ഒരു കുറ്റവും ചെയ്യാതെ ഭാവിയിൽ നിങ്ങളൊരു കുറ്റം ചെയ്തേക്കാം എന്ന വെറും സംശയത്തിന്റെ പേരിൽ പോലീസിന് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? ശരിക്കും കേൾക്കുമ്പോൾ ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ കഥ പോലെ തോന്നാം, അല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ ആ മൈനോറിറ്റി റിപ്പോർട്ട് സിനിമയിലെ പോലെ. പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലാണ് ഇങ്ങനെയൊരു നിയമമുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സ്വാഗതം. ഇത് നമ്മുടെ പുതിയൊരു ഡീപ് ഡൈവ് ആണ്. നീളമേറിയ ആമുഖങ്ങളൊന്നുമില്ലാതെ നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ഡീകോഡ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും നിർണായകമായ ചില അവകാശങ്ങളെക്കുറിച്ചും അവയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ്, അമെൻമെന്റ്സ്, സുപ്രധാന വിധികൾ എന്നിവയുമാണ്. അതെ, കൃത്യമായി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അടിസ്ഥാന സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസം, പിന്നെ സമൂഹത്തിലെ ചൂഷണത്തിൽ നിന്നുള്ള സംരക്ഷണം എന്നിവ ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ 21A മുതൽ 24 വരെയുള്ള ഭാഗങ്ങളാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു പൗരൻ എന്ന നിലയിൽ നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും ഭരണകൂടത്തിന് നിങ്ങളുടെ മേലുള്ള അധികാരങ്ങളെക്കുറിച്ചും വളരെ ആഴത്തിലുള്ള ഒരു അറിവായിരിക്കുമെന്ന് ലഭിക്കാൻ പോകുന്നത്. ഒരു പോയിന്റും നമ്മൾ വിട്ടുകളയുന്നില്ല. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ബേസിക് ക്വസ്റ്റ്യൻ. വിദ്യാഭ്യാസം. നമ്മുടെ ഭരണഘടനയുണ്ടാക്കിയ സമയത്ത് വിദ്യാഭ്യാസം ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതം തോന്നാം, അല്ലേ? പിന്നീട് എങ്ങനെയാണ് ആർട്ടിക്കിൾ 21-ലെ ജീവിക്കാനുള്ള അവകാശത്തിൽ നിന്ന്, അതായത് റൈറ്റ് ടു ലൈഫിൽ നിന്ന്, ആർട്ടിക്കിൾ 21A ആയി വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉടലെടുത്തത്? അതൊരു വലിയ ചരിത്രം തന്നെയാണ്. തുടക്കത്തിൽ വിദ്യാഭ്യാസം ഭരണഘടനയുടെ പാർട്ട് 4-ൽ, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമായി ആർട്ടിക്കിൾ 45-ൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നുവെച്ചാൽ സർക്കാരിന് വേണമെങ്കിൽ നടപ്പിലാക്കാം, നിർബന്ധമില്ല, റൈറ്റ്? എക്സാക്ട്ലി. നിങ്ങൾക്ക് ഈ അവകാശം ചോദിച്ച് കോടതിയിൽ പോകാൻ കഴിയില്ലായിരുന്നു. പക്ഷേ 2002-ൽ വന്ന 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ചു. ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21 കൂട്ടിച്ചേർത്തുകൊണ്ട് 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം, അതായത് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, ഒരു ഫണ്ടമെന്റൽ റൈറ്റാക്കി മാറ്റി. സർക്കാരിന്റെ തന്നെ വാക്കുകൾ പറഞ്ഞാൽ ഇതൊരു ഡോൺ ഓഫ് ദ സെക്കൻഡ് റെവല്യൂഷൻ ഇൻ ദ ചാപ്റ്റർ ഓഫ് സിറ്റിസൺസ് റൈറ്റ്സ് ആയിരുന്നു. വെയിറ്റ്, അവിടെ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. എന്തിനാണ് ഈ 14 വയസ്സ് എന്നൊരു ലിമിറ്റ് വെച്ചത്? ഒരു കുട്ടിക്ക് 15 വയസ്സാകുമ്പോൾ പെട്ടെന്ന് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ലാതാകുമോ? ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണെങ്കിൽ, ലൈക്ക് ഹയർ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആകാനുള്ള പ്രൊഫഷണൽ പഠനവും ഇതിൽ ഉൾപ്പെടേണ്ടതല്ലേ? വളരെ കൃത്യമായ ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. സത്യത്തിൽ 1992-ലെ മോഹിനി ജെയിൻ വി എസ് സ്റ്റേറ്റ് ഓഫ് കർണാടക എന്ന വളരെ പ്രശസ്തമായ ഒരു കേസിൽ സുപ്രീംകോടതി ആദ്യം പറഞ്ഞതാണ്. മെഡിക്കൽ, എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസവും ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് അന്ന് കോടതി വിധിച്ചു. ഓഹോ, എന്നിട്ട് അതെന്താ ഇപ്പോൾ അങ്ങനെയല്ലാത്തത്? ആ വിധി മാറ്റിയോ? അതെ, കാരണം ആ വിധി പ്രായോഗികമായിരുന്നില്ല. തൊട്ടടുത്ത വർഷം തന്നെ കോടതി ആ വിധി ഓവർ റൂൾഡ് ചെയ്തു. അവർ വ്യക്തമാക്കി, ആർട്ടിക്കിൾ 21A എലമെന്ററി എഡ്യൂക്കേഷന്, അതായത് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് മാത്രമുള്ളതാണ്. ഹയർ അല്ലെങ്കിൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഇതിൽ വരില്ല. അതിന് കാരണം സാമ്പത്തികമായിരിക്കുമല്ലോ, അല്ലേ? തീർച്ചയായും. സ്റ്റേറ്റിന്റെ എക്കണോമിക് കപ്പാസിറ്റി. ഒരു വികസ്വര രാജ്യമായ ഇന്ത്യയ്ക്ക് എല്ലാവർക്കും സൗജന്യമായി പ്രൊഫഷണൽ വിദ്യാഭ്യാസം നൽകാനുള്ള സാമ്പത്തിക ശേഷിയില്ല. എങ്കിലും ഈ ആർട്ടിക്കിൾ 21A-യുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പാർലമെന്റ് 2009-ൽ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട്, അഥവാ RTE ആക്ട് പാസാക്കുന്നത്. 2010 ഏപ്രിൽ 1 മുതലാണ് ഇത് ശരിക്കും നിലവിൽ വന്നത്. ഓക്കെ, നമുക്കിതൊന്ന് പരിശോധിക്കാം. അപ്പോൾ അതൊരു വെറും വിഷ് ലിസ്റ്റിൽ നിന്ന് സർക്കാരിനെ പാലിച്ചേ മതിയാകൂ എന്നുള്ളൊരു ബൈൻഡിംഗ് കോൺട്രാക്റ്റിലേക്ക് മാറി. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ആർട്ടിക്കിൾ 21-നെ കുറിച്ചാണ്. ജീവിക്കാനും സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം എന്ന വളരെ ചെറിയൊരു വരിയിലാണ് ഈ ആർട്ടിക്കിൾ ഉള്ളത്. പക്ഷെ അതിൽ നിന്ന് വിദ്യാഭ്യാസം മാത്രമല്ലല്ലോ വന്നത്. ഇതൊരു അക്ഷയപാത്രം പോലെയാണല്ലോ. അതെ, ആർട്ടിക്കിൾ 21-ന്റെ വ്യാപ്തി അതിവിപുലമാണ്. ജീവിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ശ്വാസമെടുത്ത് ജീവിക്കുന്നതല്ല എന്ന് സുപ്രീം കോടതി പല വിധികളിലൂടെ വ്യക്തമാക്കി. അത് അന്തസ്സോടെയുള്ള ജീവിതമാണ്. ഉദാഹരണത്തിന് 1985-ലെ പ്രശസ്തമായ ഓൾഗ ടെല്ലിസ് വേഴ്സസ് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ കേസെടുക്കാം. ബോംബെയിലെ ചേരി നിവാസികളുടെ കേസല്ലേ അത്?
കൃത്യമായി. ബോംബെയിലെ ചേരി നിവാസികളെയും വഴിവാണിഭക്കാരെയും ഒഴിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ കോടതി പറഞ്ഞു ഉപജീവനത്തിനുള്ള അവകാശം അഥവാ റൈറ്റ് ടു ലൈവ്ലിഹുഡ് ഇല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതും ആർട്ടിക്കിൾ 21ന്റെ ഭാഗമാണ്. അതായത് ഒരു ന്യായവുമില്ലാതെ എന്റെ ജോലി കളഞ്ഞാൽ അതെന്റെ ജീവിക്കാനുള്ള അവകാശത്തിനു മേലുള്ള കടന്നുകയറ്റമാണ്. അതെ. അതുപോലെ തന്നെ മനുഷ്യന്റെ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം, റൈറ്റ് ടു ലിവ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി, അത് 1981 ഫ്രാൻസിസ് കൊറാലി മുലിൻ കേസിലെ കോടതി ഉറപ്പിച്ചു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾക്ക് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും ഈ അവകാശത്തിന്റെ പരിധിയിൽ വരും. മെഡിക്കൽ സഹായം പോലെയുള്ള പാലനകളും ഇതിൽ വരുമോ? പെട്ടെന്നൊരു അപകടം പറ്റിയാൽ? തീർച്ചയായും വരും. പെട്ടെന്നൊരു അപകടം പറ്റിയാൽ അടിയന്തര വൈദ്യസഹായം, അതായത് എമർജൻസി മെഡിക്കൽ എയ്ഡ് കിട്ടുക എന്നത് പരമാനന്ദ് കത്താര വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന 1989 കേസിൽ കോടതി ഒരു അവകാശമാക്കി. അതുപോലെ ഒരു നല്ല പരിസ്ഥിതിയിൽ ജീവിക്കാനുള്ള അവകാശം, ഡീസന്റ് എൻവയൺമെന്റ്, അത് റൂറൽ ലിറ്റിഗേഷൻ ആൻഡ് എൻടൈറ്റിൽമെന്റ് കേന്ദ്ര വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP എന്ന 1985 കേസിൽ ഉറപ്പാക്കി. ഇനി വാസസ്ഥലത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഷെൽട്ടർ, അത് ശാന്തിസ്താർ ബിൽഡേഴ്സ് കേസിൽ കോടതി വ്യക്തമാക്കി. 1990 അത്. ഇതൊക്കെ നമ്മൾ സാധാരണയായി സർക്കാരിന്റെ ഔദാര്യമായി കാണുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവയൊക്കെ കോടതി നമ്മുടെ അവകാശങ്ങളാക്കിയല്ലേ? കോടതി വ്യവഹാരങ്ങളിൽ പോയാലും ഈ പരിരക്ഷയുണ്ടോ? ഉണ്ട്. ഒരു പാവപ്പെട്ടവന് സൗജന്യ നിയമസഹായം അഥവാ ഫ്രീ ലീഗൽ എയ്ഡ് ലഭിക്കാൻ അവകാശമുണ്ട് എന്ന് 1978 MH ഹോസ്കോട്ട് കേസിൽ പറഞ്ഞു. അതുപോലെ വേഗത്തിലുള്ള വിചാരണയ്ക്ക്, സ്പീഡി ട്രയലിന് അവകാശമുണ്ടെന്ന് 1979 ഹുസൈനാറ ഖാത്തൂൺ കേസിൽ വിധിച്ചു. പിന്നെ കസ്റ്റഡിയിലെ പീഡനത്തിനെതിരെയുള്ള അവകാശം, റൈറ്റ് അഗെയിൻസ്റ്റ് കസ്റ്റോഡിയൽ ഹരാസ്മെന്റ്, അത് 1983 ഷീല ബാർസെ കേസിലൂടെയാണ് വന്നത്. വിദേശത്തേക്ക് യാത്ര ചെയ്യാനുള്ള അവകാശം പോലും സത്വന്ത് സിംഗ് സാവ്നി കേസിൽ ആർട്ടിക്കിൾ 21 കീഴിൽ കൊണ്ടുവന്നു. അപ്പോൾ സ്വകാര്യതയോ? ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണല്ലോ റൈറ്റ് ടു പ്രൈവസി. അതും വിട്ടുപോയിട്ടില്ല. 2017 അതിപ്രധാനമായ KS പുത്തസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സ്വകാര്യതയും ആർട്ടിക്കിൾ 21ന്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി അസന്ദിഗ്ധമായി വിധിച്ചു. ഏറ്റവും ഒടുവിൽ അന്തസ്സോടെ മരിക്കാനുള്ള അവകാശം, അതായത് പാസീവ് യൂത്തനേഷ്യ പോലും 2018 കോമൺ കോസ് കേസിൽ ആർട്ടിക്കിൾ 21 കീഴിൽ കോടതി അംഗീകരിച്ചു. വാവ്! ജനനം മുതൽ മരണം വരെ ഭക്ഷണം, പാർപ്പിടം, സ്വകാര്യത തുടങ്ങി സമസ്ത മേഖലകളിലും ആർട്ടിക്കിൾ 21 ഒരു വലിയ കുട പോലെ നമുക്ക് സംരക്ഷണം നൽകുന്നുണ്ട്. പക്ഷെ ഇവിടെ എനിക്കൊരു വലിയ ചോദ്യം ചോദിക്കാനുണ്ട്. ജീവിക്കാനും സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശങ്ങൾ ഇത്രത്തോളം പവിത്രമാണെങ്കിൽ ഈ പറയുന്ന ഭരണകൂടം തന്നെയല്ലേ പോലീസിനെ ഉപയോഗിച്ച ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതും ജയിലിലടക്കുന്നതും? ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യം എപ്പോഴാണ് സ്റ്റേറ്റിന് എടുത്തുമാറ്റാൻ കഴിയുക? അതാണ് ഭരണഘടനയിലെ ഏറ്റവും രസകരമായ ബാലൻസ്. നിങ്ങളുടെ സ്വാതന്ത്ര്യം ഒരിക്കലും ആബ്സല്യൂട്ട് അല്ല. സമൂഹത്തിന്റെ നിലനിൽപ്പിന് ചിലപ്പോൾ ചിലരുടെ സ്വാതന്ത്ര്യം എടുക്കേണ്ടിവരും. അവിടെയാണ് ആർട്ടിക്കിൾ 22 കടന്നുവരുന്നത്. അറസ്റ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ തടങ്കലിലാക്കപ്പെടുന്ന വ്യക്തികൾക്കുള്ള സംരക്ഷണങ്ങളെക്കുറിച്ചാണിത് പറയുന്നത്. ഇവിടെ ഡിറ്റൻഷൻ അഥവാ തടങ്കൽ 2 തരത്തിലുണ്ട്: പണിറ്റീവ് ഡിറ്റൻഷനും പ്രിവെന്റീവ് ഡിറ്റൻഷനും. പനിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരാൾ കുറ്റം ചെയ്തു എന്ന് കോടതിയിൽ തെളിയിക്കപ്പെട്ടതിന് ശേഷമുള്ള ശിക്ഷയാകും അല്ലേ? പണിഷ്മെന്റ്. അതെ, ഒരാൾ ഒരു കുറ്റം ചെയ്തു, വിചാരണ നേരിട്ടു, ശിക്ഷിക്കപ്പെട്ടു, അതാണ് പനിറ്റീവ്. എന്നാൽ പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്നത് തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ നിങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ഭാവിയിൽ നിങ്ങൾ സമൂഹത്തിനൊരു ഭീഷണിയായേക്കാവുന്ന ഒരു കുറ്റം ചെയ്തേക്കാം എന്ന വെറും സംശയത്തിന്റെ പേരിൽ ഒരു മുൻകരുതൽ എന്ന നിലയിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ. ഒരൊറ്റ നിമിഷം. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ മൈനോറിറ്റി റിപ്പോർട്ട് സിനിമയിലെ പോലെ തന്നെയല്ലേ ഇത്? ഞാനൊരു കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നു, ഉടനെ എന്നെ പിടിച്ച് ജയിലിലിടുന്നു. ഇതൊരു ജനാധിപത്യ രാജ്യത്ത് വളരെ അപകടകരമല്ലേ? എനിക്ക് യാതൊരു അവകാശങ്ങളുമില്ലേ? ഈ ഒരു ആശങ്ക നമ്മുടെ ഭരണഘടനാ ശില്പികൾക്കുമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 22നെ 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 22ന്റെ പാർട്ട് 1 വരുന്നത് സാധാരണ നിയമപ്രകാരമുള്ള, അതായത് ഓർഡിനറി ലോ പ്രകാരമുള്ള അറസ്റ്റുകളിലാണ്. അതായത് നിങ്ങളൊരു സാധാരണ ക്രിമിനൽ കേസിൽ അറസ്റ്റിലായാൽ അവിടെ നിങ്ങൾക്ക് വ്യക്തമായ അവകാശങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ അവകാശങ്ങൾ? ഒന്നാമതായി, അറസ്റ്റിനുള്ള കാരണം നിങ്ങളെ അറിയിച്ചിരിക്കണം. രണ്ടാമതായി,
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലീഗൽ പ്രാക്ടീഷണറെ, അതായത് ഒരു വക്കീലിന്റെ സഹായം തേടാൻ അവകാശമുണ്ട്. മൂന്നാമതായി, യാത്രാ സമയം ഒഴിവാക്കി 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളെ ഒരു മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കിയിരിക്കണം. മജിസ്ട്രേറ്റ് അനുവദിക്കാതെ 24 മണിക്കൂറിൽ കൂടുതൽ പോലീസിന് നിങ്ങളെ കസ്റ്റഡിയിൽ വെക്കാൻ കഴിയില്ല. അപ്പോൾ അതൊരു വലിയ റിലീഫാണ്. പോലീസിന് തോന്നും പടി ആരെയും പിടിച്ചുകൊണ്ടുപോയി പൂട്ടിവെക്കാൻ കഴിയില്ല. പക്ഷേ അവിടെയൊരു ക്യാച്ചുണ്ട്. ഞാനീ പറഞ്ഞ അവകാശങ്ങൾ എല്ലാവർക്കും ലഭിക്കില്ല. ശത്രുരാജ്യത്തിലെ പൗരന്മാർക്ക്, അതായത് എനിമി ഏലിയൻസിന് ഇത് കിട്ടില്ല. അതുപോലെ സിവിൽ അറസ്റ്റ്, ഇൻകം ടാക്സ് അടയ്ക്കാത്തതിന്റെ പേരിലുള്ള അറസ്റ്റ് എന്നിവയ്ക്കും ഇത് ബാധകമല്ല. പിന്നെ ഏറ്റവും പ്രധാനമായി പ്രിവെന്റീവ് ഡിറ്റൻഷൻസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നവർക്കും ഈ പരിരക്ഷ ലഭിക്കില്ല. അപ്പോൾ പ്രിവെന്റീവ് ഡിറ്റൻഷനിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരാൾക്ക് 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിനെ കാണാനോ വക്കീലിനെ വെക്കാനോ കഴിയില്ലേ? അപ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? അവർക്ക് രക്ഷപ്പെടാൻ വേറെ വഴിയില്ലേ? അവിടെയാണ് ആർട്ടിക്കിൾ 22ന്റെ പാർട്ട് 2 വരുന്നത്. പ്രിവെന്റീവ് ഡിറ്റൻഷൻ ലോ പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്താൽ പരമാവധി 3 മാസം മാത്രമേ അയാളെ വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കാൻ സാധിക്കൂ. അതിൽ കൂടുതൽ കാലം വെക്കണമെങ്കിൽ ഹൈക്കോടതി ജഡ്ജിമാരടങ്ങുന്ന ഒരു അഡ്വൈസറി ബോർഡിന്റെ അനുമതി നിർബന്ധമാണ്. ആ ബോർഡ് മതിയായ കാരണമുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ 3 മാസത്തിനു ശേഷം കാലാവധി നീട്ടാൻ കഴിയൂ. 3 മാസം എന്നതൊരു ചെറിയ കാലയളവല്ലല്ലോ. ഒരു വ്യക്തിയെ വെറും സംശയത്തിന്റെ പേരിൽ വിചാരണയില്ലാതെ 3 മാസം ജയിലിലിടുക എന്നത് വളരെ ക്രൂരമായി തോന്നിയിട്ട് ആരും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ലേ എപ്പോഴെങ്കിലും? പ്രതികരിച്ചിട്ടുണ്ട്. 1978 പാസാക്കിയ 44th അമെൻമെന്റ് ആക്ട് ഈ കാലാവധി 3 മാസത്തിൽ നിന്നും 2 മാസമായി ചുരുക്കിയിരുന്നു. ഒരു അഡ്വൈസറി ബോർഡിന്റെ അനുമതിയില്ലാതെ പരമാവധി 2 മാസം മാത്രമേ ഒരാളെ ഡിറ്റൻഷനിൽ വെക്കാൻ പാടുള്ളൂ എന്ന് ഭരണഘടനാ ഭേദഗതി ചെയ്തു. ഓക്കെ, അതൊരു വലിയ പുരോഗതിയാണല്ലോ. അതെ, പക്ഷേ അവിടെയാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ അപാകത. ആ ഭേദഗതി പാസാക്കി 40 വർഷത്തിലേറെ കഴിഞ്ഞിട്ടും ഇന്ന് വരെ അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ബ്രോട്ട് ഇൻ ടു ഫോഴ്സ് ആയിട്ടില്ല. അതുകൊണ്ട് ഇന്നും ആ പഴയ 3 മാസമെന്ന നിയമം തന്നെയാണ് നിലനിൽക്കുന്നത്. പാർലമെന്റ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പാസാക്കിയിട്ടും സർക്കാരുകൾ അത് വെറുതെ അവഗണിച്ചു എന്നാണോ നിങ്ങൾ പറയുന്നത്? അത് നിയമപരമായി സാധ്യമാണോ? അതെ, സാധ്യമാണ്. ഒരു അമെൻമെന്റ് പാസാക്കിയാലും അത് ഏത് തീയതി മുതൽ നിലവിൽ വരണം എന്ന് തീരുമാനിക്കുന്നത് സർക്കാരാണ്. സർക്കാരുകൾക്ക് ഈ അധികാരം വിട്ടുകളയാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ട് അവരതിതുവരെ നോട്ടിഫൈ ചെയ്തില്ല. അവിശ്വസനീയം തന്നെ. അപ്പോൾ ഇന്ത്യയിലെ പ്രിവെന്റീവ് ഡിറ്റൻഷന്റെ ഇരുണ്ട യാഥാർത്ഥ്യത്തിലേക്ക് വരാം. ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്? ഭരണഘടന ഇതിനുള്ള അധികാരങ്ങൾ പാർലമെന്റിനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും വിഭജിച്ച് നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ പ്രതിരോധം, വിദേശകാര്യം, രാജ്യസുരക്ഷ അതായത് സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ എന്നീ വിഷയങ്ങളിൽ പ്രിവെന്റീവ് ഡിറ്റൻഷൻ നിയമങ്ങൾ ഉണ്ടാക്കാൻ പാർലമെന്റിന് മാത്രമേ അധികാരമുള്ളൂ. എന്നാൽ സംസ്ഥാന സുരക്ഷ, പൊതുസമാധാനം, സമൂഹത്തിന് ആവശ്യമായ സേവനങ്ങളും സാധനങ്ങളും ഉറപ്പാക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട് പാർലമെന്റിനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും ഒരേപോലെ നിയമങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ സർക്കാരുകൾക്ക് വളരെ എളുപ്പത്തിൽ ഈ നിയമങ്ങൾ പാസാക്കാൻ കഴിയും. ചരിത്രം പരിശോധിച്ചാൽ ഇങ്ങനെയുള്ള നിയമങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. തീർച്ചയായും ഒരുപാടുണ്ട്. പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട് 1950 മുതൽ തുടങ്ങുന്നു ആ ചരിത്രം. പിന്നീട് അടിയന്തരാവസ്ഥയിൽ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ട മിസ അഥവാ മെയിന്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് 1971, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാനുള്ള കോഫെപ്പോസ 1974, പിന്നീട് നാഷണൽ സെക്യൂരിറ്റി ആക്ട് അഥവാ NSA 1980, കരിഞ്ചന്ത തടയാനുള്ള PBMSCATA 1980. തീവ്രവാദം തടയാൻ കൊണ്ടുവന്ന ടാഡ ഇതിലാണോ വരുന്നത്? അതെ, ടാഡ 1985 ഇതിൽ വരും. അതുപോലെ പോട്ട 2002, മയക്കുമരുന്ന് കേസുകൾക്കുള്ള PINDPSA 1988. ഇവയിൽ പലതും എതിർപ്പുകളെ തുടർന്ന് പിന്നീട് റദ്ദാക്കപ്പെട്ടു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് UAPA അഥവാ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് 1967 ആണ്. അത് 2004, 2008, 2012 പിന്നെ 2019 വർഷങ്ങളിൽ ഭേദഗതി ചെയ്ത് കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. ഈ നിയമങ്ങളുടെ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം, പലതും അതാത് കാലഘട്ടത്തിലെ രാഷ്ട്രീയ അസ്ഥിരതയിലോ തീവ്രവാദ ഭീഷണികളിലോ ഉയർന്നു വന്നതാണ് എന്ന്. പക്ഷേ മറ്റു രാജ്യങ്ങളിൽ ഈ സിസ്റ്റം എങ്ങനെയാണ്? അവർക്കും ഇതുപോലെ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ഉണ്ടോ? ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്തെന്നാൽ, ലോകത്തൊരു ജനാധിപത്യ രാജ്യത്തും അവരുടെ ഭരണഘടനയുടെ ഒരു അവിഭാജ്യ ഘടകമായി സമാധാനകാലത്ത്, അതായത് പീസ് ടൈമിൽ, പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്നൊരു സംവിധാനമില്ല.
അമേരിക്കയിൽ ഇതില്ല. ബ്രിട്ടനിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെയും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെയും സമയത്ത് മാത്രമാണിത് ഉപയോഗിച്ചത്. ഇന്ത്യയിൽ ഇത് തുടങ്ങിയത് ബ്രിട്ടീഷ് ഭരണകാലത്താണ്. എന്നുവെച്ചാൽ അവർ നമ്മളെ ഭരിച്ച സമയത്തുണ്ടാക്കിയതാണോ? കൃത്യമായി. 1818 ബംഗാൾ സ്റ്റേറ്റ് പ്രിസണേഴ്സ് റെഗുലേഷൻ, 1939 ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് എന്നിവയായിരുന്നു ഇതിന്റെ തുടക്കം. ആ ഒരു ബ്രിട്ടീഷ് ലെഗസി നമ്മൾ ഇന്നും തുടരുന്നു എന്നതാണ് വാസ്തവം. ബ്രിട്ടീഷുകാർ നമ്മളെ അടിച്ചമർത്താനുണ്ടാക്കിയ നിയമങ്ങൾ സ്വതന്ത്ര ഇന്ത്യ ഇന്നും ഉപയോഗിക്കുന്നു എന്നത് തീർച്ചയായും വലിയൊരു വിരോധാഭാസമാണ്. ശരി, നമ്മൾ ഇതുവരെ സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്നുള്ള അറസ്റ്റുകളെപ്പറ്റിയും അധികാരങ്ങളെപ്പറ്റിയുമാണ് സംസാരിച്ചത്. എന്നാൽ വ്യക്തികളിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ഉണ്ടാകുന്ന ചൂഷണങ്ങളെ ഭരണഘടന എങ്ങനെയാണ് നേരിടുന്നത്? അതും പ്രധാനമല്ലേ? വളരെ പ്രധാനമാണ്. കാരണം സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് സർക്കാരിൽ നിന്ന് മാത്രം കിട്ടേണ്ടതല്ല. അവിടെയാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ അഥവാ ചൂഷണത്തിനെതിരെയുള്ള അവകാശം വരുന്നത്. ആർട്ടിക്കിൾസ് 23, 24 എന്നിവയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ആദ്യം നമുക്ക് ആർട്ടിക്കിൾ 23 നോക്കാം. ഇത് മനുഷ്യക്കടത്ത്, ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ്, ബെഗാർ അതായത് പ്രതിഫലമില്ലാതെ നിർബന്ധിച്ച് പണിയെടുപ്പിക്കൽ, അതുപോലെയുള്ള മറ്റ് ഫോഴ്സ്ഡ് ലേബർ എന്നിവ കർശനമായി നിരോധിക്കുന്നു. ഇത് ലംഘിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ്. ഈ അവകാശങ്ങൾ ആർക്കെല്ലാമാണ് കിട്ടുന്നത്? വെറും പൗരന്മാർക്ക് മാത്രമാണോ? അല്ല, ഈ അവകാശം സിറ്റിസൺസിനും നോൺ സിറ്റിസൺസിനും ഒരുപോലെ ലഭ്യമാണ്. മാത്രമല്ല, ഇത് വെറും സ്റ്റേറ്റിനെതിരെ മാത്രമല്ല, പ്രൈവറ്റ് വ്യക്തികൾക്കെതിരെയും സംരക്ഷണം നൽകുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നുവെച്ചാൽ ഒരു സാധാരണ വ്യക്തി എന്നെ നിർബന്ധിച്ച് പണിയെടുപ്പിച്ചാലും എനിക്ക് ആർട്ടിക്കിൾ 23 ഉപയോഗിച്ച് സംരക്ഷണം തേടാം, അല്ലേ? ഇതിൽ ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് എന്നതുകൊണ്ട് കൃത്യമായി എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? പ്രധാനമായും മനുഷ്യരെ, അതായത് പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും സാധനങ്ങൾ പോലെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. അതുപോലെ വേശ്യാവൃത്തി ഉൾപ്പെടെയുള്ള ഇമ്മോറൽ ട്രാഫിക്, ദേവദാസി സമ്പ്രദായം, അടിമത്വം അഥവാ സ്ലേവറി എന്നിവയെല്ലാം ഇതിൽ വരും. ഇതിനെതിരെ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമമാണ് ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് 1956. അതുപോലെ പണ്ടുകാലത്ത് പ്രാദേശിക ജന്മിമാർ കുടിയാന്മാരെക്കൊണ്ട് യാതൊരു കൂലിയും നൽകാതെ നിർബന്ധിച്ച് പണിയെടുപ്പിക്കുന്ന ബെഗാർ സമ്പ്രദായവും ഭരണഘടന പൂർണ്ണമായും നിരോധിച്ചു. അപ്പോൾ നിർബന്ധിത തൊഴിൽ അഥവാ ഫോഴ്സ്ഡ് ലേബർ എന്ന് പറയുമ്പോൾ അതിൽ ശാരീരികമായി ഉപദ്രവിച്ച് പണിയെടുപ്പിക്കുന്നത് മാത്രമല്ലേ വരിക? അല്ലാതെ എനിക്കിഷ്ടമില്ലാത്ത ജോലി ചെയ്യുന്നതാണോ? അവിടെയാണ് സുപ്രീം കോടതിയുടെ വളരെ വിശാലമായ കാഴ്ചപ്പാട് വരുന്നത്. ഫോഴ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വെറും ശാരീരികമോ നിയമപരമോ ആയ ബലപ്രയോഗം മാത്രമല്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന ഒരാൾക്ക് നേരെ നിങ്ങളൊരു കയറെറിഞ്ഞു കൊടുത്തിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ രക്ഷിക്കാം, പകരം ജീവിതകാലം മുഴുവൻ നീ എനിക്ക് വേണ്ടി കൂലിയില്ലാതെ പണിയെടുക്കണമെന്ന്. അയാൾക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അയാളത് സമ്മതിക്കും. ശരിയാണ്, അയാൾക്കത് സമ്മതിക്കേണ്ടി വരും. അതെ, ഇതിനെയാണ് എക്കണോമിക് കമ്പൾഷൻ, അതായത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കാരണം നിർബന്ധിതനാകുക എന്ന് പറയുന്നത്. ഒരാളെ മിനിമം വേതനത്തിലും താഴെ പണിയെടുക്കാൻ നിർബന്ധിതനാക്കുന്നതും ഒരുതരം ഫോഴ്സായിട്ട് തന്നെ കോടതി കണക്കാക്കുന്നു. ചൂഷണമാണ് അവിടെ നടക്കുന്നത്. ഇതിനായിട്ടാണ് ബോണ്ടഡ് ലേബർ സിസ്റ്റം അബോലിഷൻ ആക്ട് 1976, മിനിമം വേജസ് ആക്ട് 1948, കോൺട്രാക്ട് ലേബർ ആക്ട് 1970, ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976 തുടങ്ങിയ ഒട്ടേറെ നിയമങ്ങളുള്ളത്. എന്നാൽ ഇവിടെ ആർട്ടിക്കിൾ 23-ൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു എക്സെപ്ഷൻ കൂടിയുണ്ട്. ഭരണഘടനയാകുമ്പോൾ എപ്പോഴും ഒരു എക്സെപ്ഷൻ കാണുമല്ലോ, അതെന്താണ്? രാജ്യത്തിനാവശ്യമായി വരുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഒരു യുദ്ധമുണ്ടാകുമ്പോൾ മിലിറ്ററി സേവനത്തിനായോ അല്ലെങ്കിൽ സാമൂഹിക സേവനത്തിനായോ അഥവാ സോഷ്യൽ സർവീസിന് പൗരന്മാരോട് നിർബന്ധിത സേവനം ആവശ്യപ്പെടാൻ സ്റ്റേറ്റിന് അധികാരമുണ്ട്. അതിന് പ്രതിഫലം നൽകാൻ സ്റ്റേറ്റ് ബാധ്യസ്ഥമല്ല. എന്നാൽ അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ മതം, ജാതി, വർഗം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും കാണിക്കാൻ പാടില്ല എന്ന് മാത്രം. അത് മനസ്സിലാക്കാം. രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണല്ലോ. ഇനി നമുക്ക് അവസാനത്തെ ആർട്ടിക്കിളിലേക്ക് വരാം. ആർട്ടിക്കിൾ 24 തികച്ചും കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണല്ലോ. അതെ, ആർട്ടിക്കിൾ 24 വളരെ സ്പെസിഫിക് ആണ്. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഫാക്ടറികൾ, മൈനുകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, റെയിൽവേ തുടങ്ങിയ അപകടകരമായ അഥവാ ഹസാർഡസ് ജോലികൾക്ക് നിയോഗിക്കുന്നത് ഇത് കർശനമായി നിരോധിക്കുന്നു. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികളെ ഹാനികരമല്ലാത്ത ഹാംലെസ് ജോലികൾ ചെയ്യുന്നതിൽ നിന്നും ഇത് നിരോധിക്കുന്നില്ല എന്നതാണ്.
അതായത് ഒരു കുട്ടി അവരുടെ കുടുംബത്തിന്റെ ഒരു ചെറിയ കടയിലോ മറ്റോ സ്കൂൾ കഴിഞ്ഞ് സഹായിക്കുന്നത് ഈ നിയമത്തിന്റെ ലംഘനമല്ല. പക്ഷേ അപകടകരമായ ജോലികളിൽ നിന്ന് പൂർണ്ണ സംരക്ഷണമുണ്ട്. ഇതിന് പിൻബലമേകുന്ന നിയമങ്ങൾ ഏതൊക്കെയാണ്? ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986 ആണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. ഇതുകൂടാതെ എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ആക്ട് 1938, ഫാക്ടറീസ് ആക്ട് 1948, മൈൻസ് ആക്ട് 1952 തുടങ്ങി മറ്റ് പല നിയമങ്ങളുമുണ്ട്. ഇതിൽ 1996 സുപ്രീം കോടതി ഒരു അതിപ്രധാന നിർദ്ദേശം പുറപ്പെടുവിച്ചു. കുട്ടികളെ നിയമവിരുദ്ധമായി ജോലിക്ക് വയ്ക്കുന്ന തൊഴിലുടമകളിൽ നിന്ന് കുട്ടിയൊന്നിന് 20,000 രൂപ പിഴ ഈടാക്കി ചൈൽഡ് ലേബർ റീഹാബിലിറ്റേഷൻ വെൽഫെയർ ഫണ്ട് ഉണ്ടാക്കാൻ ഉത്തരവിട്ടു. അതൊരു മികച്ച തീരുമാനമാണ്. തെറ്റ് ചെയ്യുന്നവരിൽ നിന്ന് തന്നെ നഷ്ടപരിഹാരം ഈടാക്കുക. ഈ അടുത്ത കാലത്തും നിയമങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. 2005 കമ്മീഷൻസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് വന്നു. ഇതിലൂടെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കമ്മീഷനുകൾ രൂപീകരിച്ചു. 2006 സർക്കാർ വീട്ടുജോലിക്കും ഹോട്ടലുകൾ, റിസോർട്ടുകൾ എന്നിവിടങ്ങളിലും കുട്ടികളെ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചു. ഏറ്റവും ഒടുവിലായി 2016 ചൈൽഡ് ലേബർ അമെൻമെന്റ് ആക്ട് വന്നു. ഈ ഭേദഗതിയിലൂടെ 1986 ആക്ടിന്റെ പേര് തന്നെ ചൈൽഡ് ആൻഡ് അഡോളസന്റ് ലേബർ ആക്ട് എന്നു മാറ്റി വിപുലീകരിച്ചു. അപ്പോൾ നമ്മൾ ഈ ആഴത്തിലുള്ള പരിശോധനയുടെ അവസാനത്തിലെത്തിയിരിക്കുകയാണ്. നമ്മളിന്ന് ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസ അവകാശത്തിൽ തുടങ്ങി ജീവിക്കാനുള്ള അവകാശത്തിന്റെ വലിയൊരു ക്യാൻവാസ് കണ്ടു. പിന്നീട് ആർട്ടിക്കിൾ 22 സ്റ്റേറ്റിന്റെ അറസ്റ്റ് നിയമങ്ങളും പ്രിവെന്റീവ് ഡിറ്റൻഷന്റെ ഇരുണ്ട വശങ്ങളും നമ്മൾ ഡീകോഡ് ചെയ്തു. അവസാനമായി കുട്ടികളെയും ദുർബലരെയും സംരക്ഷിക്കുന്ന ആർട്ടിക്കിൾസ് 23, 24 എന്നിവയും പരിശോധിച്ചു. ഇത് കേൾക്കുന്ന നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങളുടെ നിത്യജീവിതത്തിലെ സ്വാതന്ത്ര്യത്തെ നിർവചിക്കുന്നത് ഈ നിയമങ്ങളാണ്. നിങ്ങൾ വെറുതെ ഇത് കേൾക്കുക മാത്രമല്ല, നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. കൃത്യമായി പറഞ്ഞു. ഈ അറിവുകൾ വെച്ചുകൊണ്ട് ഒരു ചോദ്യം കൂടി ഞാൻ നിങ്ങളുടെ ചിന്തകളിലേക്ക് വിടുകയാണ്. നമ്മൾ പ്രിവെന്റീവ് ഡിറ്റൻഷനെപ്പറ്റി സംസാരിച്ചല്ലോ. ബ്രിട്ടീഷുകാർ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അടിച്ചമർത്താൻ ഉപയോഗിച്ചിരുന്ന അതേ നിയമങ്ങൾ സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനയിൽ ഇന്നും ഇത്ര ശക്തമായി നിലനിൽക്കുന്നു എന്നത് ഒരു വലിയ വിരോധാഭാസമല്ലേ? ഈ നിയമങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ അവകാശങ്ങളെ സംരക്ഷിക്കുകയാണോ? അതോ ഒരു ജനാധിപത്യ രാജ്യത്ത് പൗരന്മാരുടെ അവകാശങ്ങൾക്ക് എപ്പോഴും ഒരു ഭീഷണിയായി അത് നിലകൊള്ളുകയാണോ? ഈ ഒരു ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കുക. വളരെ പ്രസക്തമായ ഒരു ചോദ്യം. കൂടുതൽ ചിന്തിക്കാനും പുതിയ തിരിച്ചറിവുകൾ നേടാനും ഈ ചോദ്യം നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഈ ഡീപ് ഡൈവിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. അടുത്ത യാത്രയിൽ കാണാം.